ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്പറിൻഡന്റ് ഗ്രേഡ് 2വിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2009 നടന്നിട്ടുള്ള കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനത്തെ വീഡിയോ ആണ്. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പുതുതായിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ദ സ്പീഡിയസ്റ്റ് മെത്തേഡ് ഓഫ് സർവേസ്, ഏറ്റവും സ്പീഡിയസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള സർവേ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും സ്പീഡിൽ നമുക്ക് നടത്താൻ പറ്റുന്ന സർവേ ഏതാണെന്നുള്ളത് നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ആൻസർ പ്ലെയിൻ ടേബിൾ സർവേ ആണ് എന്ന് മനസ്സിലാവും. അതിന്റെ കാരണം എന്താണെന്നും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം പ്ലെയിൻ ടേബിൾ സർവേയിലാണ് കാൽക്കുലേഷൻസും അതേപോലെ തന്നെ മെഷർമെന്റും സൈമുൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. സർവേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ഒരു ഷീറ്റിലേക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത് പ്ലെയിൻ ടേബിൾ സർവേയിൽ മാത്രമാണ്. വേറെ ഏത് സർവേ എടുക്കുകയാണെങ്കിലും, ചെയിൻ സർവേ ആണെങ്കിലും, കോമ്പസ് സർവേ ആണെങ്കിലും, തിയോഡലൈറ്റ് സർവേ ആണെങ്കിലും, അതിന് നമുക്ക് മെഷർമെന്റ് ബുക്കിൽ അതിന്റെ മെഷർമെന്റുകൾ എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കുറച്ച് ഓഫീസ് വർക്ക് ആയിട്ടാണ് ബാക്കി അതിന്റെ കാൽക്കുലേഷൻസും അതേപോലെ തന്നെ പ്ലോട്ടിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ പ്ലെയിൻ ടേബിൾ സർവേയിൽ മാത്രം സൈമുൾട്ടേനിയസ് ആയിട്ട് മെഷർമെന്റും അതേപോലെ തന്നെ പ്ലോട്ടിങ്ങും സംഭവിക്കുന്നത് കൊണ്ട് പ്ലെയിൻ ടേബിൾ സർവേ ആണ് ഏറ്റവും സ്പീഡിയസ്റ്റ് മെത്തേഡ് ഓഫ് സർവേ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അലിഡൈഡ് ഈസ് യൂസ്ഡ് ഫോർ. നമുക്കറിയാം പ്ലെയിൻ ടേബിൾ സർവേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അലിഡൈഡ്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, അതിനെ നമ്മൾ അലിഡൈഡ് എന്ന് പറയും. സാധാരണ നമ്മൾ അലിഡൈഡിനെ ഒരു പ്രൈമറി ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് പ്ലെയിൻ ടേബിൾ സർവേയിൽ ഉപയോഗിക്കുന്നത്. വേറെ ഒരു ഇൻസ്ട്രുമെന്റും എന്തല്ല, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ല. പ്ലെയിൻ ടേബിൾ സർവേയിൽ പ്രൈമറി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അലിഡൈഡ് എന്നുള്ളത്. ഇനി എന്താണ് അലിഡൈഡ്? നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ അലിഡൈഡ് എന്ന് പറയുന്നത് ഒരു ലോങ് സ്കെയിലാണ്. ആ സ്കെയിലിന്റെ സാധാരണ സ്കെയിലുകളുടെ എഡ്ജ് പോലെ തന്നെ ഇതിന്റെ എഡ്ജും എന്താണ്, സ്കെയിൽ എഡ്ജാണ്, അല്ലെങ്കിൽ അതിനെ ഫിഡൂഷ്യൽ എഡ്ജ് എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ഫിഡൂഷ്യൽ എഡ്ജ് ഉള്ള ഒരു സ്കെയിലാണ് എന്ത്, അലിഡൈഡ്. ഇനി അലിഡൈഡിൽ ഈ സ്കെയിൽ മാത്രമേ ഉള്ളൂ, അല്ല, അതിലെന്തുണ്ടാവും, ഒരു ഐ വെയിനും ഒരു ഒബ്ജക്റ്റ് വെയിനും ഉണ്ടാവും. ഒരു ഐ വെയിനും ഒരു ഒബ്ജക്റ്റ് വെയിനും ഉണ്ടാവും. ഐ വെയിനിലൂടെ നമ്മൾ സൈറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് വെയിനിലെ ഒബ്ജക്റ്റിനെ നമ്മൾ സൈറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് വെയിനിലൂടെയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ലൈൻ ഓഫ് സൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അലിഡൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിഡൈഡ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ടാമത്തത് വരയ്ക്കാൻ വേണ്ടിയിട്ടും. അപ്പൊ ഈ ഓപ്ഷനിൽ നമുക്ക് സൈറ്റിംഗ് ദി ഒബ്ജക്റ്റ് എന്നാണ് ഉള്ളത്. സോ അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സൈറ്റിംഗ് ദി ഒബ്ജക്റ്റ്. ഇനി പ്ലെയിൻ ടേബിളിനെ നമ്മൾ എങ്ങനെയാണ് സെന്റർ ചെയ്യുന്നത്? പ്ലെയിൻ ടേബിളിനെ സെന്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ, യു ഫ്രെയിം ആൻഡ് പ്ലം ബോബ്. അതാണ് നമ്മൾ സെന്ററിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ലെവലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ലെവൽ ട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് എലിമിനേഷൻ ഓഫ് ദ പാരലാക്സ് എന്നുള്ളത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം അല്ല. എലിമിനേഷൻ ഓഫ് ദ പാരലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ഓഫ് ക്രോസ് എയേഴ്സും ഒബ്ജക്ട് പ്ലെയിനും ഒരേ പ്ലെയിനിൽ അല്ല വരുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്തുണ്ടാവും, പാരലാക്സ് എറർ ഉണ്ടായി എന്ന് പറയും. അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എലിമിനേഷൻ ഓഫ് ദി പാരലാക്സ് എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ഡോർ ഫ്രെയിം ഈസ് കോൾഡ്. ഒരു ഡോർ ഫ്രെയിമിന്റെ വെർട്ടിക്കൽ മെമ്പറിന് പറയുന്ന പേരെന്താണ്? ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫ്രെയിമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ഫ്രെയിമിന്റെ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ പറയുന്ന പേര് പോസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ അതിനെ ജാമ്പ് എന്ന് പറയും. ശരിക്കും ജാമ്പ് എന്ന് പറഞ്ഞാൽ ആ വെർട്ടിക്കൽ സർഫസിനെയാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുന്നത്. എന്നാൽ ആ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ പോസ്റ്റ് എന്ന് പറയും. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും വെർട്ടിക്കൽ മെമ്പറിനെ പോസ്റ്റ് എന്നാണ് പറയാറുള്ളത് അല്ലെ. ഹൊറിസോണ്ടൽ മെമ്പറിനെ, രണ്ട് ഹൊറിസോണ്ടൽ മെമ്പറാണ് ഒരു ഫ്രെയിമിൽ ഉണ്ടാവുക. മുകൾ ഭാഗത്തുള്ളതിനെ നമ്മൾ ഹെഡ് എന്നും താഴെയുള്ളതിനെ നമ്മൾ സിൽ എന്നും പറയും. സാധാരണ ഒരു ഉള്ളിലുള്ള ഡോറുകളാണെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് നിന്നുണ്ടാവില്ല, സില്ല് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഫ്രണ്ട് ഡോറിന് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, സില്ല് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വിൻഡോസിനും സില്ല് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്, സ്ട്രക്ചറൽ മെമ്പറാണ്. പില്ലറും ഇതേപോലെ തന്നെ ഒരു വെർട്ടിക്കൽ മെമ്പറാണ്, കോളം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡോർ പ്രൊവൈഡഡ് ഇൻ എ പബ്ലിക് ബിൽഡിംഗ് വിത്ത് കോൺസ്റ്റന്റ് വിസിറ്റേഴ്സ്. കോൺസ്റ്റന്റ് ആയിട്ട് വിസിറ്റേഴ്സ് ഉള്ള ഒരു പബ്ലിക് ബിൽഡിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡോർ ഏതാണ് എന്നുള്ളതാണ്.
ഇതിന്റെ ആൻസർ റിവോൾവിംഗ് ഡോർ ആണ്. അപ്പൊ നമുക്ക് പലർക്കും സംശയം ഉണ്ടാവും, എന്താണ് ഈ റിവോൾവിംഗ് ഡോർ മാത്രം പബ്ലിക് ബിൽഡിങ്ങിന് ഉപയോഗിക്കാനുള്ള കാരണം? വേറെ എല്ലാ ഡോറുകളും ഉപയോഗിച്ചൂടെ? കൊളാപ്സിബിൾ ഡോർ പബ്ലിക് ബിൽഡിങ്ങിന് ഉപയോഗിച്ചൂടെ? റോളിംഗ് ഡോറുകൾ പബ്ലിക് ബിൽഡിങ്ങിന് ഉപയോഗിച്ചൂടെ എന്നൊക്കെ നമുക്ക് സംശയം വരും. എന്നാൽ റിവോൾവിംഗ് ഡോറിന്റെ പ്രത്യേകത എന്താണ്? റിവോൾവിംഗ് ഡോർ, ഇപ്പോൾ ഒരു ബാങ്ക്, അതല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാൾ, ഇതൊക്കെ എന്താണ്? ഒരു പബ്ലിക് ബിൽഡിംഗ് ആണ്. അപ്പൊ ഇങ്ങനത്തെ പബ്ലിക് ബിൽഡിങ്ങുകളിൽ നമ്മൾ എന്തുണ്ടാവും? കോൺസ്റ്റന്റ് ആയിട്ട് വിസിറ്റേഴ്സ് ഉണ്ടാവും. വിസിറ്റേഴ്സ് ഉണ്ടാവും എന്ന് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡോറ് ക്ലോസ് ചെയ്തിടേണ്ടി വരും. സോ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഡോറാണ് ശരിക്കും റിവോൾവിംഗ് ഡോർ എന്നുള്ളത്. കോൺസ്റ്റന്റ് വിസിറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ ഉള്ളിൽ നമുക്കൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പോലും, അല്ലെങ്കിൽ എ സിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പോലും നമുക്കൊരു ഡോർ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ കോൺസ്റ്റന്റ് വിസിറ്റേഴ്സ് പബ്ലിക് ബിൽഡിങ്ങിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? അത് തുറന്നിടാനും പറ്റൂല, എപ്പോഴും അടച്ചിടാനും പറ്റൂല. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവോൾവിംഗ് ഡോർ ഉപയോഗിക്കുന്നത്. അപ്പൊ റിവോൾവിംഗ് ഡോറിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ ഡോർ ക്ലോസ്ഡ് ആവും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡോറുകൾ നോക്കാം. ഒന്ന് കൊളാപ്സിബിൾ ഡോറാണ്. കൊളാപ്സിബിൾ ഡോർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഗോഡൌണുകൾക്ക് ഉപയോഗിക്കുന്ന ഡോറാണ് കൊളാപ്സിബിൾ ഡോർ. കൊളാപ്സിബിൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ കൊളാപ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോറ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് കൊളാപ്സ് ചെയ്തിട്ടാണ് നിൽക്കുക, അല്ലേ? വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡോറിനെ അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ക്ലോസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? വീണ്ടും അത് ഓപ്പൺ സ്റ്റേജിലേക്ക് വരും. ഇനി അടുത്ത റോളിംഗ് ഡോർ ആണ്. റോളിംഗ് ഡോർ എന്ന് പറഞ്ഞാൽ റോളിംഗ് ഷട്ടേഴ്സ് ആണ്. നമ്മൾ കടകൾക്കൊക്കെ കൊടുക്കുന്ന ഷട്ടറുകളെയാണ് നമ്മൾ റോളിംഗ് ഡോർ എന്ന് പറയുക. പാനൽ ഡോർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി പാനൽസ് ഉള്ള ഡോർ, പാനൽ ഡോർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വെർട്ടിക്കൽ വിൻഡോ പ്രൊവൈഡ് ഓൺ ദ സ്ലോപ്പിംഗ് റൂഫ് ഈസ് കോൾഡ് ആസ്. ഒരു സ്ലോപ്പിംഗ് റൂഫിൽ നമ്മൾ കൊടുക്കുന്ന വെർട്ടിക്കൽ വിൻഡോ ഏതാണ്? സ്ലോപ്പിംഗ് റൂഫിൽ നമ്മൾ കൊടുക്കുന്ന വെർട്ടിക്കൽ വിൻഡോ എന്ന് പറയുന്നത് ഡോർമർ വിൻഡോ ആണ്. സ്കൈലൈറ്റ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലേക്ക് തുറന്നു വെക്കാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡോ ആണ് സ്കൈലൈറ്റ് വിൻഡോ. ഡയറക്റ്റ് ആയിട്ട് മുകളിൽ നിന്ന് നമുക്ക് സൺലൈറ്റും വെളിച്ചവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്ലാറ്റ് റൂഫിൽ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡോ ആണ് സ്കൈലൈറ്റ് എന്നുള്ളത്. ദെൻ വാട്ട് ഈസ് കോർണർ വിൻഡോ? കോർണർ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൂലയ്ക്കൽ നമ്മൾ കൊടുക്കുന്ന, ഒരു മൂലയിൽ നമ്മൾ കൊടുക്കുന്ന വിൻഡോ ആണ് കോർണർ വിൻഡോ. ഗ്യാബിൾ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാബിൾഡ് ഷേപ്പ് ബിൽഡിംഗ് ഉള്ള, ഒരു ഗ്യാബിൾഡ് റൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതിന്റെ ഗ്യാബിൾ എൻഡിൽ, ഗ്യാബിൾ എൻഡ് എന്ന് പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ റീജിയനാണ് ഗ്യാബിൾ എൻഡ് എന്ന് പറയുക, അവിടെ കൊടുക്കുന്ന വിൻഡോ ആണ് ഗ്യാബിൾ വിൻഡോ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രോബ്ലം ആണ്. ദ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് in the dam material is 3 Newton per mm square. Density of water is 1000 kg per meter cube and specific gravity of the material is 2.4. What is the limiting height of low gravity dam? ഒരു ലോ ഗ്രാവിറ്റി ഡാമിന്റെ ഹൈറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഡാമിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ മാക്സിമം അല്ലെങ്കിൽ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്, ക്രഷിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് 3 Newton per mm square ആണ്. അവിടെ വെള്ളത്തിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതല്ലെങ്കിൽ നമുക്ക് അറിയണം വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആൻഡ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ, ആ മെറ്റീരിയലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.4 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിംഗ് ഹൈറ്റ് ഓഫ് എ ലോ ഗ്രാവിറ്റി ഡാം എത്രയാണ്? ഒരു ലോ ഗ്രാവിറ്റി ഡാമിന്റെ ലിമിറ്റിംഗ് ഹൈറ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ലിമിറ്റിംഗ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ HC is equal to FC divided by ഗാമ W ഇൻറ്റു S പ്ലസ് 1 എന്നുള്ളതാണ്. അപ്പൊ എന്താണ് FC? FC എന്ന് പറഞ്ഞാൽ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ്, ഗാമ W എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. സോ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കംപ്രസീവ് സ്ട്രെസ് തന്നിട്ടുള്ളത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ്, എന്നാൽ ഡെൻസിറ്റി നിൽക്കുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാം ഒരേ ടേംസിലേക്ക് കൊണ്ടുവരണം. നമ്മൾ എന്ത് ചെയ്യാണ്? 3 Newton per mm സ്ക്വയറിനെ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 9.81 കിലോഗ്രാം എന്ന് നമുക്ക് പറയാം. അപ്പൊ 3 ന്യൂട്ടൺ എങ്ങനെ കണ്ടുപിടിക്കുക? 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 10. 9.81 നമ്മൾ 10 ആയിട്ട് റൗണ്ട് ചെയ്തെടുത്തു എന്ന് മാത്രം. 9.81 എടുക്കേണ്ടവർക്ക് അങ്ങനെ 9.81 തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ 3 ഇൻറ്റു 1/10 എന്നുള്ളതിന് 3/10 എന്ന് എഴുതി. ഇനി താഴത്തെ പോർഷനിൽ എന്താണ്? ഡെൻസിറ്റി 1000 കിലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ 1000, 10 ഇൻറ്റു 1000 ഇൻറ്റു S പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2.4 പ്ലസ് 1. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു 3 ന്യൂട്ടണെയാണ് മാറ്റിയിട്ടുള്ളൂ. ഇനി mm സ്ക്വയറിനെ നമ്മൾ മാറ്റണം, അല്ലേ? അതിന് എന്ത് ചെയ്യണം? മീറ്റർ സ്ക്വയർ ആക്കണം. mm സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ, mm നെ മീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ആണ്.
വീണ്ടും mm² ഉള്ളതുകൊണ്ട് മീറ്റർ സ്ക്വയർ ആക്കാൻ വീണ്ടും ഒരു ഇൻറ്റു 1000 കൂടെ ചെയ്യാം. അപ്പൊ 3 × 1000 × 1000 ഡിവൈഡഡ് ബൈ 10 × 1000 × 2.4 + 1. സോ അതിന്റെ ആൻസർ നമുക്ക് 88.2 മീറ്റർ എന്ന് കിട്ടും. സോ ഇതിന്റെ ഓപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 88 മീറ്റേഴ്സ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹെഡിംഗ് അപ്പ് ഓഫ് വാട്ടർ ഈസ് ഇഫക്റ്റഡ് ബൈ ദ ഗേറ്റ് അലോൺ ഈസ് കോൾഡ് ആസ്. ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം വെള്ളത്തിന്റെ ഹെഡ് റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ ഏതാണ്? അതിനെയാണ് നമ്മൾ ബാരേജ് എന്ന് പറയുക. ഈ ഫിഗറിൽ കാണുന്നത് എന്താണ്? ഒരു ബാരേജ് ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡാം? ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഡാം എന്നുള്ളത്. ഒരു മാസ് സ്ട്രക്ചർ ആണ് ശരിക്കും ഡാം എന്നുള്ളത്. സോ ഡാമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളത്തിന് സ്റ്റോർ ചെയ്ത് വെക്കുക. അത് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിസർവോയറിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവുക. സോ യൂഷ്വലി ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്താണ്? ഒരു റിവറിന് അക്രോസ് ആയിട്ടായിരിക്കും. സോ ഡാം പരമാവധി കാച്ച്മെന്റ് ഏരിയ കിട്ടുന്നത് പോലെയാണ് ഡാംസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുള്ളത്. ഇനി വാട്ട് ഈസ് ഹെഡ് റെഗുലേറ്റേഴ്സ്? ഹെഡ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വിയർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിന്റെ ഹെഡ് റൈസ് ചെയ്ത് ആ റൈസ് ചെയ്ത വെള്ളത്തിനെ മറ്റൊരു മെയിൻ കനാലിലേക്ക് നമ്മൾ വഴിതിരിച്ചു വിടാൻ വേണ്ടി കനാലിന്റെ തൊട്ട് മുൻപായി നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറിനെയാണ് ഹെഡ് റെഗുലേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ വെള്ളം റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഹെഡ് റെഗുലേറ്റർ. ഇനി വാട്ട് ഈസ് ഗൈഡ് ബാങ്ക്? ഗൈഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവറിലൂടെ വെള്ളം പോകുന്ന സന്ദർഭങ്ങളിൽ വെള്ളത്തിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ് ശരിക്കും ഗൈഡ് ബാങ്ക് എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിവൈസ് വിച്ച് റെഗുലേറ്റ് ദ എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദ മെയിൻ കനാൽ ഈസ് കോൾഡ് ആസ്. ഒരു മെയിൻ കനാലിലേക്ക് സിൽറ്റിന്റെ എൻട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ സിൽറ്റ് എക്സ്ക്ലൂഡർ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞാൽ മെയിൻ കനാലിലേക്ക് സിൽറ്റ് എത്തുന്നതിന് മുമ്പ് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സിൽറ്റ് എക്സ്ക്ലൂഡർ. എന്നാൽ സിൽറ്റ് ഇജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽറ്റ് മെയിൻ കനാലിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഒരു നിശ്ചിത ദൂരം, അതായത് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എത്ര ദൂരം അത് സഞ്ചരിച്ചോ ഒരു നിശ്ചിത ദൂരം സഞ്ചരിച്ചതിന് ശേഷം അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള സിൽറ്റിനെ ഇജക്റ്റ് ചെയ്യാൻ, ഒഴിവാക്കി കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സിൽറ്റ് ഇജക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ദ എഡ്ജസ് ഓഫ് ദ ഒബ്ജെക്ട് റെഡ്യൂസ്ഡ് ടു %% ഓഫ് ഇറ്റ്സ് ട്രൂ ലെങ്ത്. ഒരു ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഒരു ഒബ്ജക്റ്റിന്റെ എഡ്ജുകളെ എത്ര പെർസെൻറ്റേജിലാണ് റെഡ്യൂസ് ചെയ്യാറുള്ളത്? ട്രൂ ലെങ്ത്തിനെ അപേക്ഷിച്ച് എത്ര പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത് ഐസോമെട്രിക് ലെങ്ത് ഡിവൈഡഡ് ബൈ ദ ട്രൂ ലെങ്ത് ആണ്. അപ്പൊ അത് എങ്ങനെയാ പറയുന്നത്? cos 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ cos 30 എന്നാണ്. നമ്മൾ അത് cos 45നെ 1/√2 എന്നും അതേപോലെ തന്നെ cos 30നെ √3/2 എന്നും എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് √2/√3 എന്ന് കിട്ടും. സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.8165 എന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 0.82 എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ട്രൂ ലെങ്തിനെ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജുകൾ, അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, 82% റെഡ്യൂസ് ചെയ്യുന്നത്. സോ ആക്ച്വൽ ലെങ്തിനേക്കാൾ 82% കുറവായിരിക്കും, 82% കുറവായിരിക്കും എന്ത് ചെയ്യുക, ഐസോമെട്രിക് പ്രൊജക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ട്രൂ ലെങ്ത്തിന്റെ 82% മാത്രമേ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കുക. സാധാരണ ഐസോമെട്രിക് സ്കെയിൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്, ഐസോമെട്രിക് സ്കെയിലിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജിലും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ 0.82 പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 0.8165 പഠിച്ചിട്ടുണ്ടാവുള്ളൂ. എന്താണ് ഈ പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. നമുക്കറിയാം എപ്പോഴും പെർസെൻറ്റേജ് പറയുമ്പോൾ എന്താണ്, 1ന്റെ ഉള്ളിലാണ് നിൽക്കാറുള്ളത് അല്ലേ. നമ്മൾ ഡെസിമലിൽ പറയുകയാണെങ്കിൽ 1ന്റെ ഉള്ളിലാണ് നിൽക്കുക, 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1ന്റെ ഉള്ളിലാണ് നിൽക്കാറ്. അപ്പോൾ 0.816 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 82% എന്നാണ് കിട്ടുക. സോ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്തിനേക്കാൾ 0.82 ടൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ 82% കുറവായിരിക്കും ട്രൂ ലെങ്തിനേക്കാളും ഐസോമെട്രിക് ലെങ്ത് ഉണ്ടാവുക.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്കെയിൽ ഓഫ് കോഡ്സ് ഇസ് യൂസ്ഡ് ടു മെഷർ. സ്കെയിൽ ഓഫ് കോഡ്സ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ പ്രൊട്രാക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്കെയിൽ ഓഫ് കോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിള് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.